മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്: ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? അത് വ്യക്തമായിട്ട് ഈ സുവിശേഷ ഭാഗത്തിലൂടെ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സബദീപുത്രന്മാരുടെ ഉപമയാണ് ഈ ഒരു സുവിശേഷ ഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 17 മുതലുള്ള തിരുവചന ഭാഗങ്ങള്. പ്രിയപ്പെട്ടവരെ, എളിമയിലൂടെ മാത്രമേ ദൈവകൃപ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈശോനാഥൻ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹത്തിന്റെ വഴി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അനുഗ്രഹത്തിന്റെ വഴി എളിമപ്പെടുക എന്നുള്ളതാണ്. ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത് എളിമപ്പെട്ട, പിതാവായ ദൈവത്തോട് സമനായിരുന്നെങ്കിലും ആ സമാനത ഉപേക്ഷിച്ചുകൊണ്ട് പരിഗണിക്കാതെ ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യനായി അവിടുന്ന് പിറക്കുകയാണ്. സാധാരണ മനുഷ്യർക്കിടയിൽ അവരുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഈശോനാഥൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം എളിമപ്പെടുത്തുകയാണ് തന്നെ ദൈവപിതാവിന്റെ മുമ്പില്. ഈശോനാഥൻ പിതാവിന്റെ മുമ്പില് തന്നെ എളിമപ്പെടുത്തിയപ്പോൾ ദൈവം ഈശോയെ അത്യധികം ഉയർത്തുകയാണ്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു ഉയർച്ചയുണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ എളിമയോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കണം. ഞാനാണ് എല്ലാം, എനിക്കാണ് കഴിവുള്ളത്, ഞാന് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ചിന്തകളോടെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഉയർത്തപ്പെട്ടു നിന്നാലും അത്രമാത്രം നമ്മൾ താഴ്ത്തപ്പെടുമെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. ദൈവത്തിന് മുമ്പില്, മനുഷ്യരുടെ മുമ്പിൽ നിന്നെ എത്രത്തോളം എളിമപ്പെടുത്താനായിട്ട് സാധിക്കുമോ അത്രത്തോളം എളിമപ്പെടുക. ഞാനൊന്നുമല്ല ദൈവമേ, നിന്റെ കരുണയും നിന്റെ കൃപയുമാണ് എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ അധ്വാന മേഖലകൾക്ക് ഉയർച്ച വേണം. പഠനങ്ങളിൽ വിജയം ലഭിക്കണമോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഉയർച്ച ലഭിക്കണോ? കുടുംബത്തിലെ സമാധാനം ലഭിക്കണോ? സമൂഹങ്ങളിൽ കൃപ വളരണമോ? എളിമപ്പെടുത്താനായിട്ട് സാധിക്കണം. ഞാനൊന്നുമല്ല, ഞാൻ ദാസനാണ്, ഞാൻ ദാസിയാണ്. ഈ ഒരു മനോഭാവത്തോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ, മനുഷ്യരെ ഇപ്രകാരം ശുശ്രൂഷിക്കാൻ, മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയുണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യവും ഇതുതന്നെയാണ്. പല സുഖങ്ങളും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുത്തുക, ഞാനൊന്നുമല്ലെന്ന് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുക, ക്ഷണികമാണ് എന്റെ ജീവിതം എന്ന് ഏറ്റുപറയുക. ആ എളിമപ്പെടുത്തലിലൂടെ ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യം പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും, പ്രത്യേകിച്ച് ഈ ആഴ്ചയിലെ നമ്മുടെ അധ്വാനങ്ങള്, പ്രയത്നങ്ങള് എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, ഈ ആഴ്ചത്തെ എല്ലാ അധ്വാനങ്ങളിലേക്കും, ഇവരുടെ കുടുംബത്തിലേക്ക്, പഠനങ്ങളിലേക്ക്, പരീക്ഷകളിലേക്ക് അങ്ങയുടെ കൃപ നിറയുന്നതിനും കൃപയൊഴുകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു.
എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.